السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്ന സ്വഹീഹായ സനദോടുകൂടിയുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅജസൻ നാസ്, മനുഷ്യരിൽ ഏറ്റവും കഴിവുകെട്ടവൻ അല്ലെങ്കിൽ ദുർബലൻ, മൻ അജസ ബിദ്ദുആ, പ്രാർത്ഥിക്കുവാൻ ദുർബലത കാണിക്കുന്നവനാകുന്നു, പ്രാർത്ഥനയിൽ കഴിവുകെട്ടവനാകുന്നു, അഥവാ പ്രാർത്ഥിക്കാത്തവനാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുർബലത എന്നത് പ്രാർത്ഥനയിൽ ദുർബലത കാണിക്കലാകുന്നു, അതിൽ അലസതയും മടിയും കാണിക്കലാകുന്നു. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളും ആരിൽ നിന്നാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അല്ലാഹുവിനെ മാറ്റി നിർത്തിയാൽ ഏതെങ്കിലും നന്മകൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതേപോലെ തന്നെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈയൊഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഉപായങ്ങൾക്ക്, വേറെ ഏതെങ്കിലും സംവിധാനങ്ങൾക്ക് നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു നന്മ നേടിയെടുക്കുവാനും, നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഏത് തിന്മകളെയും തടയുവാനും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ അവനോടുള്ള പ്രാർത്ഥനയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ആ പ്രാർത്ഥനയിൽ ഒരാൾ തോറ്റുപോയാൽ നിശ്ചയം അയാളുടെ ജീവിതത്തിലും തോറ്റുപോകുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന അഅജസൻ നാസ്, മനുഷ്യരിൽ ഏറ്റവും വലിയ തോൽവിക്കാരൻ, ഏറ്റവും വലിയ ദുർബലൻ, മൻ അഅജസ ബിദ്ദുആ, ദുആ ചെയ്യുവാൻ ദുർബലത കാണിക്കുന്നവനാകുന്നു. കാരണം നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി അല്ലാഹുവിൻ്റെ സഹായമില്ലാതെ അതൊന്നും പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് നേടിയെടുക്കുവാൻ ഈ ഉമ്മത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലൈസ ഷൈഉൻ അക്രമ അലല്ലാഹി മിനദ് ദുആ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നത് പ്രാർത്ഥനയാകുന്നു. പ്രാർത്ഥനയേക്കാൾ ആദരിക്കപ്പെടുന്ന ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇല്ല. എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും സ്നേഹത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതും അടിമകളിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം പ്രാർത്ഥനയിലൂടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഒരടിമ തൻ്റെ എല്ലാ ദുർബലതകളും അല്ലാഹുവിൻ്റെ മുന്നിൽ സമ്മതിക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹൻ നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഫഖീറുകളാകുന്നു, ദരിദ്രന്മാരാകുന്നു. സ്തുത്യർഹനും പ്രതാപിയും ധന്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. അപ്പോൾ സൃഷ്ടികളെല്ലാം സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ടോ അതൊക്കെ അല്ലാഹുവിൽ നിന്ന് ലഭിക്കണം. ഇപ്രകാരം തങ്ങളുടെ കഴിവുകേട്, തങ്ങളുടെ അടിമത്തം, തങ്ങളുടെ ഉബൂദിയത്ത് അല്ലാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന രംഗമാണ് പ്രാർത്ഥന. ഒരടിമ തൻ്റെ എല്ലാ കഴിവുകേടുകളും അല്ലാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്? റഹ്മാനായ റബ്ബിനെ സ്തുതിക്കൽ അതിലുണ്ട്. കാരണം നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരു പ്രഖ്യാപനമുണ്ട്, പ്രാർത്ഥനക്കർഹൻ അല്ലാഹു മാത്രമാകുന്നു. പ്രാർത്ഥന കേൾക്കുവാനും ഏത് പ്രാർത്ഥനക്കും ഉത്തരം നൽകുവാനും സൃഷ്ടികളെ എല്ലാ നിലക്കും സഹായിക്കുവാനും കഴിവുള്ളവനായ ഏക ആരാധ്യനും എല്ലാ ഉന്നതമായ അസ്മാഉകളുടെയും സിഫാത്തുകളുടെയും ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതവൻ മാത്രമാകുന്നു എന്ന പ്രഖ്യാപനം
പ്രാർത്ഥിക്കുന്നതിൽ ഉണ്ട്. ഇപ്രകാരം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തൽ പ്രാർത്ഥനയിലുണ്ട്. ഒരടിമ തൻ്റെ വിനയവും താഴ്മയും പ്രകടിപ്പിക്കലും പ്രാർത്ഥനയിലുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അക്രമായിട്ടുള്ളത്, ആദരിക്കപ്പെടുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന ദുആ യൻഫഉ മിമ്മാ നസല വ മിമ്മാ ലം യൻസിൽ ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ. തീർച്ചയായും പ്രാർത്ഥന നിങ്ങൾക്ക് വന്നു ഭവിച്ച പ്രശ്നങ്ങൾക്കും ഇനി ഇതുവരെ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾക്കും ഉപകാരപ്പെടുന്നതാകുന്നു പ്രാർത്ഥന. അഥവാ അവയെ തടയുവാനും നിങ്ങൾക്ക് എല്ലാ ഹൈറുകളും നേടിത്തരാനും സംഭവിച്ചു കഴിഞ്ഞതും അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ തിന്മകളെയും തടയുവാൻ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളെ ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ, അള്ളാഹുവിൻ്റെ അടിമകളെ ധാരാളമായി ദുആ ചെയ്യണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഏറ്റവും വലിയ ദുർബലൻ എന്നത് പ്രാർത്ഥനയുടെ വിഷയത്തിൽ ദുർബലത കാണിക്കുന്നവനാണ് എന്ന ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മൻ തറക ദുആ, അഥവാ ഒരാൾ ദുആ ചെയ്യുന്നില്ല. പല ആളുകളും അങ്ങനെയാണ്. അവർക്കറിയാം ദുആയുടെ പ്രാധാന്യം, അള്ളാഹു തന്നെയാണ് തങ്ങളെ സഹായിക്കേണ്ടത് എന്നും അവർക്കറിയാം. മാത്രമല്ല പല നിലക്കുമുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട് എന്നും അറിയാം. എന്നാലും ദുആ ചെയ്യാൻ തൗഫീഖ് ലഭിക്കാതെ പോകുന്ന ആളുകൾ, ദുആ ചെയ്യാൻ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ, അള്ളാഹുവിൻ്റെ മുന്നിൽ അല്പസമയം കൈകളുയർത്തി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾ, അവർക്കെമ്പാടും സമയങ്ങളുണ്ടെങ്കിലും വൃഥാ സംസാരിച്ചും അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും അവർ അവരുടെ സമയം തള്ളി നിൽക്കുന്നു. അതേ സന്ദർഭത്തിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തിക രംഗത്തുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്, രാജ്യത്തൊരുപാട് പ്രശ്നങ്ങളുണ്ട്, രാജ്യത്ത് ഒരുപാട് കെടുതികളുണ്ട്, വിഷമങ്ങളുണ്ട്. എല്ലാം ഉണ്ടായിട്ടും പ്രാർത്ഥിക്കുന്നില്ല. ശത്രുക്കളുടെ അക്രമങ്ങളുണ്ട്, ഒരുപാട് സാമ്പത്തിക മാന്ദ്യമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അഅജസുന്നാസ് എന്ന് പറഞ്ഞാൽ മൻ തറക ദുആ, ഒരാൾ ദുആ ഒഴിവാക്കുകയാണ്. പ്രത്യേകിച്ചും ലാ സിയ്യമാ ഇൻദ ശദായിദ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഫഇന്ന ദുആ ഇബാദത്തു ലില്ലാഹി അസ്സ വജൽ ഫമൻ തറകഹു കാന അഅജസന്നാസ്. കാരണം ദുആ ഏറ്റവും വലിയ ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ദുർബലത കാണിക്കലാകുന്നു. എന്നാൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നില്ല. അവർക്കാകട്ടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് താനും. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിട്ടും ദുആ ചെയ്യാതിരിക്കുക, അതിനുള്ള തൗഫീഖ് ലഭിക്കാതിരിക്കുക എന്നതാകുന്നു ഏറ്റവും വലിയ ദുർബലത എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീമുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ളവനും മാന്യനുമാകുന്നു. അങ്ങേയറ്റത്തെ ലജ്ജയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. വളരെ വലിയ ഔദാര്യത്തിൻ്റെ ഉടമയുമാകുന്നു. യസ്തഹ്യി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫറ. ഒരടിമ തൻ്റെ രണ്ട് കൈകളും ഉയർത്തി അള്ളാഹുവിനോട് വല്ലതും ദുആ ചെയ്താൽ അവൻ്റെ കൈകളെ വെറുതെ വിടുക എന്നത് ഒരിക്കലും അള്ളാഹു ചെയ്യുകയില്ല. അള്ളാഹു ലജ്ജിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, മനുഷ്യരുടെ കൂട്ടത്തിൽ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹു സമ്പത്ത് നൽകിയ വലിയ ആളുകൾ, ഔദാര്യവാന്മാരാണ് അവരെങ്കിൽ അവരോട് ആരെങ്കിലും വല്ല സഹായവും ചോദിച്ചാൽ ഒരിക്കലും അവർ സഹായിക്കാതിരിക്കുകയില്ല. അതവരുടെ മാന്യതയുടെ അടയാളമാണ്. എങ്കിൽ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ധന്യനും ഏറ്റവും വലിയ കാരുണ്യവാനും ഏറ്റവും വലിയ പ്രതാപിയും ഏറ്റവും വലിയ ഔദാര്യവാനുമാണ്. തൻ്റെ സൃഷ്ടികൾ അവൻ്റെ നേരെ കൈകൾ ഉയർത്തിയാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കുമോ? അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൈകളെ വെറുതെ മടക്കുകയില്ല എന്നാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദുആ ചെയ്യാത്തത്? എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ട് നമ്മുടെ കുടുംബത്തിൽ. എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥിക്കുക. ഒരു മൊട്ടുസൂചി മുതൽക്ക് അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ. ഖദറിനെ ദുആ കൊണ്ടല്ലാതെ നീക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സുനിശ്ചിതമായി നിശ്ചയിച്ച ചില ഖദറുകളുണ്ട്. ആ ഖദറുകൾ അള്ളാഹു നിശ്ചയിച്ചതായതുകൊണ്ട് തന്നെ അള്ളാഹുവിനത് മാറ്റുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. ദുആയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റിത്തരുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യുക. ഉദാഹരണത്തിന് ഒരിക്കലും മാറുകയില്ല ഈ രോഗമെന്ന് ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു എന്ന് വിചാരിക്കുക. അത് അള്ളാഹു നിശ്ചയിച്ച ചില ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. അള്ളാഹു നിശ്ചയിച്ച ചില കാരണങ്ങൾ, അള്ളാഹു നിശ്ചയിച്ച ചില സംവിധാനങ്ങൾ. പക്ഷേ
പ്രാർത്ഥന കൊണ്ട് അങ്ങനെ പറയപ്പെട്ട എത്ര രോഗങ്ങൾ മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്ന വ്യക്തി നാളേക്ക് വരെ ജീവിച്ചിരിക്കില്ല, ഇന്ന് മരണം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് വർഷങ്ങളോളം ജീവിച്ച ആളുകളില്ലേ? എന്തെല്ലാം അപകടങ്ങളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് ഭൗതികമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു പലരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഖദറിനെ ദുആ മാറ്റുമെന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേൾക്കുന്നവനാണ്, പ്രാർത്ഥനക്കുത്തരം നൽകുന്നവനാണ്. ഏത് വിഷമസന്ധിയിലും ഇരുട്ടിലും വെളിച്ചത്തിലും കരയിലും കടലിലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. സൂറത്തു അൽ-അൻആമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അതാണ്. ഖുൽ മൻ യുനജ്ജീകും മിൻ ളുലുമാത്തിൽ ബർരി വൽ ബഹരി തദ്ഉനഹു തളർറുഅൻ വഖുഫിയ. കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ വെച്ച് വിനയത്തോടുകൂടി പേടിയോടുകൂടി നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആരാണ്? പറയുക, ഖുലില്ലാഹു യുനജ്ജീകും മിൻഹ, അള്ളാഹുവാകുന്നു അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. വമിൻ കുല്ലി കർബിൻ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാകുന്നു. സുമ്മ അൻതും തുശ്രികൂൻ, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്, മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയല്ല, അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുക. എല്ലാ വിഷമസന്ധികളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. സൂറത്തുൻ നംലിലെ 62-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആ വയക്ഷിഫുസ് സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. വിഷമസന്ധിയിൽ അകപ്പെട്ടവർ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്കുത്തരം നൽകുകയും അവരുടെ പ്രയാസങ്ങൾ നീക്കുകയും ചെയ്യുന്നവൻ ആരാകുന്നു? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് എന്ത് കാര്യങ്ങളും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനോട് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന് ഉത്തരം നൽകുന്നത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു ഹദീസുണ്ട്. അത് ഖുദ്സിയായ ഹദീസാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് സംസാരിക്കുകയാണ്, എന്നോടും നിങ്ങളോടും സംസാരിക്കുകയാണ്. എന്താണ് നമ്മുടെ റബ്ബ് നമ്മളോട് പറയുന്നത്? അല്ലാഹു പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ദ്വാലുൻ ഇല്ലാ മൻ ഹദൈതുഹു, നിങ്ങൾ എല്ലാവരും വഴിപിഴച്ചവരാണ്, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകും, നിങ്ങൾക്ക് ശരിയായ വഴി കണ്ടെത്താൻ കഴിയില്ല ഞാൻ ഹിദായത്ത് നൽകിയവർക്കല്ലാതെ. അതുകൊണ്ട് ഫസ്തഹ്ദൂനി അഹ്ദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്തിന് വേണ്ടി ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് സന്മാർഗം തരാം. നമ്മൾ ഏറ്റവും പ്രധാനമായി അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം അതാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗത്തിലാക്കണമേ. കാരണം ഒരുപാട് വ്യതിയാനങ്ങൾ, ഒരുപാട് വ്യതിചലനങ്ങളുണ്ട്, പലരും പലതിലേക്കുമാണ് ക്ഷണിക്കുന്നത്. അതിലേറ്റവും ശരിയായ മാർഗം കണ്ടെത്താൻ സഹായിക്കണമേ എന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ ധാരാളം ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഹിദായത്തിനുള്ള തൗഫീഖ് ലഭിക്കാതെ പോവുകയാണ്. അതേപോലെ തന്നെ യാ ഇബാദി കുല്ലുക്കും ജാഇഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തത്ഇമൂനി ഉത്ഇമുക്കും, ഞാൻ ഭക്ഷണം നൽകാത്തവർ എല്ലാം വിശക്കേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, വിലക്കയറ്റമാണ്. റഹ്മാനായ റബ്ബിനോട് റിസ്ക്കിന് വേണ്ടി ചോദിക്കുക, അതിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുക. അള്ളാഹു നമുക്ക് ഭക്ഷണം തരും. പക്ഷേ എന്നിട്ടും പല ആളുകളും ദുആ ചെയ്യുന്നില്ല. വീണ്ടും അള്ളാഹു പറയുന്നു, യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു ഫസ്തക്സൂനി അക്സുക്കും, ഞാൻ വസ്ത്രം നൽകാത്തവരെല്ലാം നഗ്നരായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തരാം. അപ്പോൾ വസ്ത്രമില്ലാത്തവർ, പാർപ്പിടമില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, ഇണകളില്ലാത്തവർ, എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനോട് ചോദിക്കൂ. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ നടത്തുക. യാ ഇബാദി ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ രാവ് പകൽ ഒരുപോലെ തിന്മകൾ ചെയ്യുന്നവരാണ്, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. മനുഷ്യർ ഇസ്തിഗ്ഫാർ കുറച്ചിരിക്കുന്നു, തൗബ കുറച്ചിരിക്കുന്നു, എന്നാൽ അവർ തിന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ വിചാരിക്കും അവരൊരു തെറ്റും ചെയ്യാത്തത് കൊണ്ടാണ് തൗബ ചെയ്യാത്തത് എന്ന്. എന്നാൽ അറിയുക, നാം ഓരോരുത്തരും ദിനം പ്രതി ധാരാളം തെറ്റുകൾ ചെയ്യുന്നവരാണ്. ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഈ പറഞ്ഞതിൽ മാത്രം ഒതുങ്ങുന്നതല്ല നിങ്ങളുടെ പ്രാർത്ഥന. പിന്നെയോ, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും സകല മനുഷ്യരും സകല ജിന്നുകളും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ ജിന്നും മുതൽ അവസാനത്തെ മനുഷ്യനും അവസാനത്തെ ജിന്നും വരെയുള്ള കോടാനുകോടി മനുഷ്യരും ജിന്നുകളും എല്ലാം കൂടി ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ, അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. ഫസഅലൂനി, അവരെല്ലാവരും അവരുടെ എല്ലാ ആവശ്യങ്ങളും ചോദിക്കുകയാണ്. ഇത്രയും കോടാനുകോടി മനുഷ്യന്മാർ അവരുടെ എല്ലാ ആവശ്യങ്ങളും ചോദിക്കുകയാണ്. ഒരാൾക്ക് തന്നെ ചിലപ്പോൾ 1 കോടി ആവശ്യങ്ങൾ ഉണ്ടായേക്കാം. ഇതൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചാലും ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, ചോദിച്ച ആൾക്കൊക്കെ
എല്ലാവർക്കും, എല്ലാ ജിന്നുകൾക്കും, എല്ലാ മനുഷ്യർക്കും അള്ളാഹു അവരുദ്ദേശിച്ചതൊക്കെ നൽകിയാൽ പോലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളതിൽ നിന്ന് അതൊന്നും തീർത്ത് കളയുകയില്ല. ഏതുപോലെയല്ലാതെ ഒരു സൂചി അത് സമുദ്രത്തിൽ മുക്കിയെടുത്താൽ സമുദ്രത്തിൽ വല്ല കുറവുമുണ്ടാകുമോ? ഒരു കുറവുമുണ്ടാവില്ല. അതേപോലെ സകല സൃഷ്ടികളും അള്ളാഹുവിനോട് കോടാനുകോടി ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താലും അതൊക്കെ അള്ളാഹു അവർക്ക് നൽകിയാലും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലുള്ളത്, അവൻ്റെ അധികാരത്തിലുള്ളത്, അവൻ്റെ ഉടമസ്ഥതയിലുള്ളത് തീർന്നു പോവുകയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ദുആ ചെയ്യാൻ അലസത കാണിക്കുന്നത്? എന്തിന് നമ്മൾ ദുആ ചെയ്യാൻ മടി കാണിക്കണം? അതുകൊണ്ട് ദുആ ചെയ്യുക, അതിലൊരിക്കലും ദുർബലത കാണിക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ദുആ ആണ്. എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്കുണ്ട്, ദുആ ചെയ്യൂ, ഇൻഷാ അല്ലാഹ് അതിനൊക്കെ പരിഹാരമുണ്ടാകും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യഖൂൽ, അള്ളാഹു പറയുകയാണ്, അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ അവനോട് ഇടപഴകുക. വ അന മഅഹു ഇദാ ദഅാനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവൻ്റെ കൂടെയുണ്ടാകും. അൽഹംദുലില്ലാഹ്, നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്. അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യണം. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നഹു മൻ ലം യസ്അലില്ലാ യഗ്ദിബ അലൈഹി, ആരെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദേഷ്യം പിടിക്കുന്നതാണ്, അള്ളാഹുവിന് കോപമുണ്ടാകും. ഒരു പ്രാർത്ഥനയും വൃഥാവിലാവുകയുമില്ല സഹോദരങ്ങളെ. സ്വഹീഹായ ചില ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അലൽ അർദി മുസ്ലിമുൻ യദ്ഉല്ലാഹ ബിദഅവത്തിൻ ഇല്ലാ ആതാഹുല്ലാഹു ഇയ്യാഹ ഔ സറഫ അൻഹു മിനസ്സൂഇ മിസ്ലഹ. ഒരു മുസ്ലിം അള്ളാഹുവിനോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദുആ ചെയ്താൽ ഒന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച കാര്യം ആ വ്യക്തിക്ക് നൽകും, അല്ലെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് അള്ളാഹു അയാളെ തടയും. രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും സംഭവിക്കും. പക്ഷേ മാലം യദ്ഉ ബി ഇസ്മിൻ ഔ ഖതീഅത്തി റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്ന വിഷയത്തിലോ പാപം ചെയ്യുന്ന വിഷയത്തിലോ ദുആ ചെയ്യരുത്. അപ്പോൾ ഒരാൾ പറഞ്ഞു നബിയോട്, ഇദൻ നുക്സിർ, എങ്കിൽ ഞങ്ങൾ ധാരാളം ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്സർ, എങ്കിൽ അള്ളാഹു ധാരാളം ഉത്തരം നൽകുകയും ചെയ്യും. അപ്പോൾ ധാരാളം ദുആ ചെയ്യുക. കാരണം ഒരു ദുആ കൊണ്ട് ഫലമില്ലാത്തൊരു ദുആയുമില്ല. ഒന്നുകിൽ ചോദിച്ചത് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ തത്തുല്യമായൊരു തിന്മയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്ന അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തുന്ന സ്വഹീഹായ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, മാ മിൻ മുസ്ലിമിൻ യദ്ഉ, ഏതൊരു മുസ്ലിമും ദുആ ചെയ്താൽ ലൈസ ബി ഇസ്മിൻ വലാ ബി ഖതീഅത്തി റഹിമിൻ, പാപം ചെയ്യാൻ വേണ്ടിയോ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടിയോ അല്ലാതെ നല്ല കാര്യങ്ങൾ ദുആ ചെയ്താൽ ഇല്ലാ അഅ്താഹു ഇഹ്ദാ സലാസ്, മൂന്നിലൊന്ന് അള്ളാഹു നൽകും, ഉറപ്പാണ്. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവത, ആ ചോദിച്ച കാര്യം വേഗം അള്ളാഹു ഉത്തരം നൽകും. അല്ലെങ്കിൽ വ ഇമ്മ അൻ യദ്ഖിറഹ ലഹു ഫിൽ ആഖിറ, പരലോകത്തേക്ക് അള്ളാഹു അത് നീട്ടിവെക്കും, അതിനുള്ള പ്രതിഫലം പരലോകത്ത് കിട്ടും. അല്ലെങ്കിൽ വ ഇമ്മ അൻ യദ്ഫഅ അൻഹു മിനസ്സൂഇ മിസ്ലഹ, തത്തുല്യമായൊരു തിന്മ അയാളിൽ നിന്ന് അള്ളാഹു തടയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒരു ദുആയിലൂടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളമായി ദുആ ചെയ്യുക. അത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഒരു പ്രയാസവും ഇല്ലാത്തപ്പോഴും ദുആ ചെയ്യലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദായിദ്, വിഷമം വരുമ്പോൾ തൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ വൽക്കർബ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഫൽയുക്സിർ ദുആ ഫിർ റഖ, ഒരു പ്രയാസവുമില്ലാത്ത ഐശ്വര്യമുള്ള സന്ദർഭത്തിലും ധാരാളം ദുആ ചെയ്യട്ടെ. ചില ആളുകളുണ്ട് പ്രയാസമുണ്ടാകുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കും, അല്ലാത്ത സന്ദർഭങ്ങളിൽ അവർക്ക് ദുആ ഇല്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അങ്ങനെയല്ല, ഏത് ഘട്ടത്തിലും സന്തോഷമുള്ളപ്പോഴും പ്രയാസമുള്ളപ്പോഴും ഒക്കെ ധാരാളം ദുആ ചെയ്യുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകണം. ചില ആളുകളുണ്ട്, അവർക്ക് ധാരാളം ദുആ ചെയ്യാൻ ഒരു മടിയുമില്ല. അൽഹംദുലില്ലാ, അത് വളരെ വലിയൊരു തൗഫീഖാണ്. അവർ പള്ളികളിലിരുന്നും നമസ്കാര പായകളിലിരുന്നും മറ്റു സന്ദർഭങ്ങളിലുമൊക്കെ ധാരാളമായി ദുആ ചെയ്യുന്നത് കാണാം. അൽഹംദുലില്ലാ, അത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ വേറെ ചില ആളുകൾ എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായാലും ദുആ ചെയ്യാൻ മടിയന്മാരാണ്, അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല.
അത് ശരിയല്ല സഹോദരങ്ങളെ. കാരണം ദുആ ചെയ്യാൻ നമ്മൾ തോറ്റുപോയാൽ ജീവിതത്തിൽ തോറ്റുപോകും. എത്രമാത്രം നമ്മൾ ദുആ വർദ്ധിപ്പിക്കുന്നുവോ അത്രമാത്രം ഹൈറുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കളൊക്കെ വലിയ പ്രാർത്ഥനക്കാരായിരുന്നു. അതിനുള്ള തെളിവുകളൊന്നും ഞാൻ ഉദ്ധരിക്കുന്നില്ല. നൂഹ് അലൈഹിസ്സലാത്തു ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പാപം ചെയ്തപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്തിഗ്ഫാർ നടത്തിയ പ്രാർത്ഥന നമുക്ക് ഖുർആനിൽ കാണാം. മറ്റു ദുആകളും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, എല്ലാ നബിമാരും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ദുആകളൊക്കെ എത്രയാണ് ദുആയുടെ കിതാബുകളിലുള്ളത്. ഇതൊക്കെ നിരന്തരമായി അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തിരുന്നു. അമ്പിയാക്കളെല്ലാം വലിയ പ്രാർത്ഥനക്കാരായിരുന്നു. സഹാബികളും അങ്ങനെ തന്നെ, സ്വാലിഹീങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. നാം ഓരോരുത്തരും ധാരാളമായി ദുആ ചെയ്യുന്ന ആളുകളായിരിക്കണം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ദുർബലൻ പ്രാർത്ഥന ചെയ്യുന്ന വിഷയത്തിൽ ദുർബലത കാണിക്കുന്നവനാണ്. ആ വിഷയത്തിൽ ഒരിക്കലും ഒരു അലസത, ഒരു മടി, ഒരു ദുർബലത നമുക്കുണ്ടാവരുത്. ജീവിതത്തിലെ എല്ലാ ഖൈറുകളും സൂറത്തുൽ ഫുർഖാനിൽ അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. അള്ളാഹു നമ്മളെ പരിഗണിക്കുന്നത് നമ്മുടെ ദുആയിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, മറ്റൊരധ്യായത്തിലുള്ളതാണ്. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇങ്ങനെയെല്ലാം പറയുന്ന കാരുണ്യവാനായ ഒരു റബ്ബ് നമുക്കുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ അലസത കാണിക്കരുത്, ദുർബലത കാണിക്കരുത്. എല്ലാ ഖൈറുകളും പ്രാർത്ഥനയിലാണ്. റമളാനിൻ്റെ ഈ അവസാന പകലുകളിൽ, റമളാനിൻ്റെ അവസാന നിമിഷങ്ങളിൽ ധാരാളമായി ദുആ ചെയ്യുക, നമ്മുടെ വീഴ്ചകൾ പുറത്തു തരാൻ. നോമ്പിലും നമസ്കാരത്തിലും സദഖയിലും സക്കാത്തിലും മറ്റു പുണ്യകർമ്മങ്ങളിലും ഖുർആനിൻ്റെ പാരായണത്തിലുമെല്ലാം സംഭവിച്ച വീഴ്ചകളൊക്കെ പുറത്തു തരാനും ചെയ്ത അമലുകളൊക്കെ സ്വീകരിക്കപ്പെടാനും ഉന്നതമായ ദറജകൾ സ്വർഗ്ഗലോകത്ത് ലഭിക്കാനും മുസ്ലിമീങ്ങളായി മരണപ്പെടാനും കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കിട്ടാനും രോഗങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ശത്രുക്കളിൽ നിന്നുള്ള പീഡനങ്ങളും ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാറ്റിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് ധാരാളമായി ദുആ ചെയ്യുക. എല്ലാവരും സുജൂദിലും തശഹുദിലും അല്ലാതെയും രാത്രിയുടെ അവസാന യാമങ്ങളിലുമൊക്കെ ദുആകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.